എന്തോ ചെയ്യുന്ന അടിക്കാൻ ഒരു മാർഗമില്ല ദൈവമേ. ആരും അറിയുന്നു വഹിക്കുന്നു. ഇന്നത്തെ അടി കാരണം തലവേദന പിന്നെ പണയം വെക്കാൻ വല്ലതും ഉണ്ട്. പണയം വെക്കാന് വയറല്ല ജട്ടി. വേറെ വല്ലതും പാറ്റി പോയവരെ കണ്ടോ? അവിടെ മറ്റേ ബംഗാളികൾ ഒളിച്ചോടി പോയി. അപ്പോൾ നാട്ടിൽ മലയാളികൾക്ക് പെണ്ണെ കിട്ടാനില്ല. അപ്പോഴാണ് ബംഗാളികളൊക്കെ വന്ന് നിർത്താൻ തോന്നുന്നു. വരുന്നുണ്ട് കേട്ടോ. നടപടിയുള്ള കാര്യമാണെന്ന് തോന്നുന്നു കേട്ടോ. ഇതിന്റെ വരവ് കണ്ടിട്ട് എനിക്ക് ഒന്നും തോന്നുന്നു. ചോദിക്കേ എന്തുവാടാ അടിക്കാൻ വേണ്ടി ഇറങ്ങിയതാടാ രാവിലെ. മാത്രമല്ല എന്റെ കാലുകൂടെ മറിക്കുന്നുണ്ടോ? ചെറുതടിക്കാനുള്ള മാർഗം ഞങ്ങളിപ്പോ ആലോചിച്ചോണ്ടിരിക്കുകയാണ്. ഞാനും അടിക്കാതെ ഞായറാഴ്ച കൂടെ അവരുടെ പോസ്റ്റ് കണ്ടിട്ട് കൊതിയാവോ? അടിക്കാനായിട്ട് വട്ട് പിടിക്കുക. അടിക്കാൻ എന്തെങ്കിലും ഒരു മാർഗം ഉണ്ടാക്കണം. ചോദിച്ചാലോ ചുമ്മാ ഇരുന്നിട്ട് കാര്യമൊന്നുമില്ല. അടിക്കാനുള്ള ഓപ്പിയാണ് ഇപ്പൊ. നോക്ക് ലജ്ജാപതിയേ നിന്റെ കള്ളക്കിടക്കണ്ണി. ആളെ കൊണ്ടിട്ട് ഇവിടെ ആളാണെന്ന് തോന്നുന്നില്ല. അടിക്കാതെ പഴം പോലും ഇറങ്ങത്തില്ല. ദൈവമേ, ഈ മുട്ട തന്നെ ഈ പഴക്കൊല്ലം മൊത്തം തിന്നു തീർക്കില്ല. പിന്നെ പഴം കണ്ടിട്ടില്ല. കിട്ടി അടുപ്പിടോട് കേട്ടോ. ആടൊക്കെ ഒഴിപ്പിക്കുന്നു. വാ നോക്കാം. എടാ ഒരു കോൾ എത്തിട്ടുണ്ട്. എന്തുവാ ആ നിൽക്കുന്നവനെ കണ്ടോ? ബാധ ഒഴിപ്പിക്കുന്ന പരിപാടിയാ. നീ ചെയ്താ മതി. ഞാൻ ആ പുള്ളിയോട് സംസാരിക്കാം. ചേട്ടാ നിങ്ങൾ പറഞ്ഞ ആളുടെ കാര്യം പറഞ്ഞത് മണി പറഞ്ഞ മന്ത്രവാദി മണിയില്ലേ, മണിക്ക് വയ്യാതിരിക്കുക. പുള്ളിയുടെ മോനുണ്ട്, എൻ്റെ സുഹൃത്താ. 10 രൂപയ്ക്ക് നമുക്ക് സെറ്റ് ചെയ്യാം. 10 രൂപ ആകത്തുള്ളൂ? വെറും 10 രൂപ? വെറും 10 അല്ലേ, 10,000 രൂപ. 10,000 രൂപയോ? ഞാൻ പുള്ളിയോട് സംസാരിക്കാം. നിങ്ങൾ അത് സംസാരിച്ച് കാര്യങ്ങൾ തീരുമാനം ഉണ്ടാകും. ആയിക്കോട്ടെ. ചേട്ടാ പോവല്ലേ, ഇവിടെ നിൽക്കി കേട്ടോ. കാണിക്കുന്നു. എടാ ഞാൻ ആ പുള്ളിയോട് പറഞ്ഞ് തെറ്റാക്കിയിട്ടുണ്ട്. 10,000 രൂപ പറഞ്ഞു. 10,000 രൂപ? ആ 10,000 രൂപ തെറ്റേ വേണ്ടേ? നമുക്ക് ഒരെണ്ണം അടിക്കണം, ബാക്കി നമുക്ക് അങ്ങ് വീതിക്കാം. മറ്റവനുണ്ട്, അവനും ബാധേ. എടാ അവനും കൊടുക്കണ്ടേന്ന്. ആരൊഴിപ്പിക്കും ബാധേ? നീ ഒന്നും ചെയ്യണ്ട, ഞാൻ പറഞ്ഞു തരും. നീ അതുപോലെ അങ്ങ് ചെയ്താൽ മതി. ലെക്കിന് കിട്ടിയതാ ഞായറാഴ്ച ആയതുകൊണ്ട്. എന്നെ കൊണ്ട് പറ്റും തോന്നുന്നു. നീ അങ്ങോട്ട് ചെല്ല. അയ്യോ അന്നാ ചേച്ചി ശരി. ഇപ്പം തരും. ആ ചേട്ടാ, ഞാൻ ആ ബാധ ഒഴിക്കണം. മണിയുടെ മാനം ചേട്ടാ പ്രശ്നം. എന്റെ പൊന്നു കൊച്ച ഒരു 6-7 മാസമായിട്ട് എന്റെ കൊച്ചിന് ബാധ കയറിയില്ല. ശരിക്കും ബാധയാണ്. പാടെ കൊണ്ട് ശ്രമിച്ചിട്ട് അത് ബാധ ഒഴിയുന്നില്ല. പക്ഷെ ഒഴിപ്പിക്കാം. എങ്ങനെ? ഇച്ചിരി പൈസയാവും. 10,000 രൂപ പറഞ്ഞായിരുന്നു. 15 രൂപ. ചേട്ടന് കാര്യം കാണാൻ കിട്ടിയാൽ പോരെ? കാര്യം നടന്നാൽ മതി. പക്ഷെ എങ്ങനെ ഈ വാഴയൊന്നും ഒഴിപ്പിച്ചു? 15 രൂപയാവും. അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല. ശരി ഓക്കെ, ഞാൻ 15 രൂപ തന്നാൽ പോരെ. എങ്ങനെ ഈ വാഴയൊന്നും ഒഴിപ്പിച്ചാ? ചേട്ടൻ അതോടൊത്ത് പേടിക്കണ്ട. മണിയുടെ മോനാ. ചേട്ടൻ്റെ കൊച്ചിന് ബാധയാണ് ഒഴിപ്പിക്കണം. ഞാനിന്ന് ഇവൻ്റെ കയ്യിൽ നിന്ന് 15 വഹിക്കും. നടക്കൂടി. ഹലോ, ആ എടാ ഞാൻ വന്നടാ. എത്തി പോകാനായില്ല. മണോ ഓരോ